Sales World. ഹായ്, സുഖമല്ലേ എല്ലാവർക്കും? എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി വയ്ക്കുക. ഇതൊരു അരമണിക്കൂർ അവിടെ ഇരുന്നോട്ടെ. നമുക്കപ്പോഴേക്കും കറിക്ക് വേണ്ട കാര്യങ്ങൾ ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു അരമുറി തേങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ പീസായിട്ട്. ഈ പീസുകളെല്ലാം കൂടി നമ്മുടെ ചൂടായ എണ്ണയിലേക്കിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കരിഞ്ഞു പോരുത് കേട്ടോ. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് വേറെ ആയിരിക്കും. ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വന്നാൽ മതി. നമുക്ക് ആവശ്യമുള്ള പാകത്തിലേക്ക് ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റും. ഇനി ഈ എണ്ണയിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയാണ് ചേർക്കുന്നത്. മുഴുവൻ മല്ലിയാണ് ചേർക്കുക. മുഴുവൻ മല്ലി എണ്ണയിലേക്ക് ഇടുക. അതൊന്ന് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് 9 10 വറ്റൽമുളകുകളും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് എണ്ണയിൽ മൂത്ത് വരണം. ഇതും ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, കാരണം കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട്. മുഴുവൻ കുരുമുളകാണ്. മുളകും മല്ലിയും കുരുമുളകും ഒക്കെ പാകമായിട്ടുണ്ട്. ഇനി അത് കോരിയെടുക്കുക. ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കുക. തണുത്തിട്ട് വേണം മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ. തേങ്ങയും വെളുത്തുള്ളിയും കുരുമുളകും മല്ലിയും ഒന്ന് തണുക്കാൻ വയ്ക്കുക. എന്നിട്ട് ഞാനിവിടെ ഒരു പകുതി ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു വെളുത്തുള്ളിയുടെ പകുതി അല്ലി ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചതച്ചെടുത്ത് വെക്കുക. ഇനി ഒരു സവോള ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കുക. അതിൻ്റെ ഒപ്പം 10 ചെറിയ ഉള്ളിയും ചെറുതായി അരിഞ്ഞെടുക്കുക. അപ്പോൾ സവോളയും ചെറിയ ഉള്ളിയും ഏകദേശം ഒരേ അളവിലായിരിക്കും ഉണ്ടാവുക. ഇനി ഈ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായി മൂത്ത് വരുമ്പോൾ, അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് സവോളയും ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇട്ട് നന്നായി ഇളക്കുക. ഇനി സവോളയും ഉള്ളിയൊക്കെ പെട്ടെന്ന് വേകാനായിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ പാകം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ബീഫ് മസാല, ഇതിത്രയും ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി നന്നായി ഇളക്കിയതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എണ്ണയിലിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഒരു ലോ ഫ്ലെയിമിൽ ഏകദേശം 20 മിനിറ്റ് വേവിക്കുക. 20 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ നമ്മുടെ ഈ ചിക്കൻ ഇങ്ങനെ വെന്തുണ്ടാവും. ഇനി അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടും കൂടി ചേർക്കുക. ഇപ്പം നമ്മുടെ ഗ്രേവി ഭയങ്കര തിക്കാണ്. അതുകൊണ്ട് ഞാനൊരല്പം വെള്ളം ചൂടാക്കി ഒഴിച്ച് കുറച്ച് ലൂസാക്കിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഇനിയും ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിരുന്നോട്ടെ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ കറി വറ്റും. അപ്പോഴേക്കും നമുക്ക് കടുക് വറുക്കാനുള്ളത് നോക്കാം. എണ്ണ ഒഴിക്കുക, കടുക് വറുക്കുക, വറ്റൽമുളക് ഇടുക, കറിവേപ്പില ഇടുക. ഇനി നമുക്കിത് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് ഉപ്പ് നോക്കിക്കോളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയി കഴിഞ്ഞു. ഇനി ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഒന്നും കൂടി വേവിക്കുക. നോക്കിക്കേ, നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്.
എല്ലാവർക്കും ഇഷ്ടമായല്ലോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയിൽ നിന്ന് ഇടയ്ക്കൊരു വെറൈറ്റിക്ക് തേങ്ങയൊക്കെ അരച്ചുണ്ടാക്കുക. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതുക. നമുക്ക് വീണ്ടും കാണാം സിൽസ് വേൾഡിലൂടെ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കും, ഹാപ്പി ആയിട്ടിരിക്കും. നമ്മൾ വീണ്ടും കാണും. ബായ്.